മെറ്റ ആഡ്സ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് കോമ്പറ്റിറ്റീവ് അനാലിസിസ് നോക്കുക എന്നുള്ളത്. മെറ്റയിൽ ആഡ് ലൈബ്രറി നോക്കിക്കഴിഞ്ഞാൽ മുന്നത്തെ ക്യാമ്പയിൻസിൻ്റെ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ചെയ്ത ക്യാമ്പയിൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഏത് ആഡാണ് കുറേ കാലമായിട്ട് പോലും നിർത്താതെ റൺ ചെയ്യണതെന്നൊക്കെ നോക്കിയാലൊക്കെ കിട്ടും. പക്ഷേ പലപ്പോഴും ഇതുകൊണ്ട് മുഴുവനാവില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഹാഫ് ടൈം വരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതായത് എൻക്വയറീസ് വരുത്താനുള്ള പ്രോസസ്സ്, ലീഡ്സ് വരുത്താനുള്ള പ്രോസസ്സ് മാത്രമാണ് ശരിക്കും ആഡ് ലൈബ്രറിയിൽ നിന്ന് കിട്ടുക. അതെന്തായാലും ചെയ്യണം. പക്ഷേ കുറേ ലീഡ്സ് വന്നാൽ മാത്രം പോരല്ലോ. ഇപ്പോൾ ഇവർ സക്സസ്ഫുൾ ആയിട്ട് വിൻ ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് ഈ എൻക്വയറിക്ക് ശേഷം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. എൻക്വയറി ലെഡ് ബിസിനസ്സിലൊക്കെ അത് ഹിഡൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇ കൊമേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും, എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്, ഏത് പേജിലേക്കാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് വിസിബിൾ ആണെങ്കിൽ ഒരു എൻക്വയറി ലെഡ് ബിസിനസ്സിൽ ഇത്തരത്തിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും കോപ്പി ചെയ്യുകയോ ഇൻസ്പയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ ലീഡ് അവർ ചെയ്തു പോരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത് നമ്മളെ ബിസിനസ്സിൽ സീറോ ആയിരിക്കും പലപ്പോഴും. ആ ഭാഗത്തു കൂടെ നമ്മൾ ഇൻസ്പയർ ചെയ്യാനും ഇൻസ്പയറിങ്ങിനും കോപ്പിങ്ങിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ കേസിൽ എക്സ്പെരിമെൻറ്റ്സുകൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റിയൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. മറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അനദർ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ അവിടെ വരുന്നുണ്ടാവും, കുറച്ച് ലീഡ്സ് വരുന്നുണ്ടാവും, കുറച്ച് സെയിൽ നടക്കുന്നുണ്ടാവും. പക്ഷേ ഒക്കെപാടെ കണക്കൂട്ടി ഇരിക്കാൻ നിൽക്കുന്ന സമയത്ത് നഷ്ടമാവുന്ന കേസാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ടീമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ രണ്ട് ഭാഗത്തും പ്രോപ്പറായിട്ടുള്ള അനാലിസിസും പ്രോപ്പറായിട്ടുള്ള എക്സ്പെരിമെൻസും പ്രോപ്പറായിട്ടുള്ള റിവിഷനൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം.